നമുക്ക് തുടങ്ങാം. ഇൻഷാ അല്ലാ. ഹഫീസ, നമുക്ക് തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. Am I audible? أنتم تسمعونني؟ نعم أستاذ. الحمد لله. الحمد لله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. My dear students, كم طلاب في هذا الدرس الآن؟ أنتم تسمعونني؟ نعم إن شاء الله. أولا وقبل كل شيء أهلا وسهلا ومرحبا بكم إلى صف دراسي عبر الإنترنت. اسمي محمد جزيل الوافي. أنا من بالكاد. First of all, I introduce about myself. My name is Muhammad Jasil Wafi. I am from Palakkad district. في هذا الوقت المهم أنا مسرور جدا وأحمد الله تعالى وأشكر لكم خاصة الشيخ فاصل بن فيصل Director of Al-Uyun Academy وشيخ أجو شاهد الذي تكلم لنا من قبل. شكرا جزيلا لإعطاء هذه الفرصة لي. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രതികരണം, നമ്മളൊരു ലൈവ് സെഷൻ ആയതുകൊണ്ട് ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതൊരു നന്നാവുമെന്ന് വിചാരിക്കുന്നു. മൈക്ക ഓഫാക്കി വെച്ചതാണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇടപെടണമെങ്കിൽ, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടപെടാൻ നിങ്ങൾക്കുള്ള അവസരം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വിദ്യാർത്ഥികൾ നിങ്ങൾ ശരിക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ലൈവിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബ്രൈറ്റ് അക്കാദമിയിലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, നല്ല പഠനത്തിൽ താല്പര്യമുള്ള നല്ല കുട്ടികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. PSC അതേപോലെ ടെറ്റ്, നെറ്റ് പോലത്തെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മത്സരങ്ങൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന, അതിന്റെ ട്രെയിനിങ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ട്രാൻസ്ലേഷനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ട്രാൻസ്ലേഷനെ കുറിച്ച് അറിയണം എന്നൊരു പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഞാൻ പങ്കെടുത്ത സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, PSC എക്സാമിലൊക്കെ അതല്ലെങ്കിൽ നെറ്റ് പോലത്തെ എക്സാമിലൊക്കെ കാര്യമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ലേഷന് എന്തുകൊണ്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള
എക്സാമുകളെ നേരിടുമ്പോൾ അതിനൊക്കെ നമുക്ക് അതിന് കൂടുതൽ സഹായകമാകുന്ന ഒരു കാര്യമാണ് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതായത് ഇപ്പോ നെറ്റ് എക്സാമിലൊക്കെ കൂടുതൽ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് തന്ന അറബി ഏതാണെന്ന് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അറബി സെന്റൻസ് തന്നിട്ട് ഇംഗ്ലീഷ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ ഈ ഇതേപോലെ ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് ചെയ്ത ഒരു വ്യക്തിയാണ്. അത് ഒരു അക്കാദമിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തായിട്ടാണ് ഞാൻ അത് പഠിച്ചെടുത്തത്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാനിത് കുറച്ച് മുമ്പേ ചെയ്തിരുന്നു എങ്കിൽ എനിക്കത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അൽ-ഉയൂൻ അക്കാദമി നിങ്ങൾക്ക് അതിനുള്ള ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ അൽ-ഉയൂൻ അക്കാദമിയിൽ ചേർന്നുകൊണ്ട് അത് പഠിക്കണമെന്ന് അത് വളരെ ആദ്യമായിക്കൊണ്ട് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ എന്താണ് നമ്മുടെ ഈ ട്രാൻസ്ലേഷൻ? ഞാൻ ഈ ട്രാൻസ്ലേഷനെ മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ അതിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് തർജുമ. നമ്മൾ ട്രാൻസ്ലേഷൻ തർജുമ എന്നാണ് പറയാ. തർജുമ ലൈസത്ത് തബാദുൽ മഅലൂമാത്ത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വെറും എന്തല്ല, ട്രാൻസ്ലേഷൻ ഇറ്റ്സ് നോട്ട് ഓൺലി ദ എക്സ്ചേഞ്ചിങ് ഓഫ് നോളജ്. വെറും അറിവുകളെ നമ്മൾ പിന്നെ പകരം കൊടുക്കുക അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് വലാക്കിന് ഹിയ തബാദുൽ സഖാഫ. ഒരു നമ്മുടെ സംസ്കാരത്തെ അല്ലെ, നമ്മളൊരു കൾച്ചറിനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യുക എന്നതാണ് ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ വിഷയം ഇവിടെ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ദ പോസിബിലിറ്റീസ് ഓഫ് ട്രാൻസ്ലേഷൻ ഇൻ ദി മോഡേൺ വേൾഡ് എന്നാണ്. ഈ മോഡേൺ വേൾഡിൽ എന്താണ് ട്രാൻസ്ലേഷന്റെ ഒരു പ്രാധാന്യം, എന്താണ് നമ്മളിപ്പോ ഈ ഒരു ഇങ്ങനെ കോഴ്സിൽ കൂടി നമ്മൾ ചേർന്ന് ഇത് പഠിച്ചെടുത്താൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് ഇൻ ദി മോഡേൺ വേൾഡ് ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു കൺസിഡർ വെൻ ട്രാൻസ്ലേറ്റിംഗ്. നമ്മൾ ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രാൻസ്ലേഷനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ല. അത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് തുടങ്ങിയ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ട്രാൻസ്ലേറ്ററായിട്ട് സ്വഹാബികൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സ്വഹാബികൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ മഹാനാകുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പിന്നെ ഇഞ്ചീൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥത്തെ 17 ദിവസം കൊണ്ട് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാല് അതിന് ഒരുപാട് കാലത്തിന്റെ ഒരു മിനിറ്റ് ഞാനിപ്പോ പറയുന്നതും കേൾക്കണ്ടല്ലോ അല്ലേ? ഓക്കെ, ശരി. അപ്പോ ട്രാൻസ്ലേഷന് നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതലേ അതുണ്ട് എന്നാ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിക ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്കറിയാം, ഒരു സ്പെയിൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ യൂറോപ്പ്, നമ്മുടെ ഈ ജവഹർലാൽ നെഹ്റുവിന്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ മുസ്ലിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു പവർ, ആ ഒരു സ്ഥാനത്തെ കുറിച്ച് അദ്ദേഹം ഒരുപാട് പറയുന്നുണ്ട്. അതായത് യൂറോപ്യര് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കണ്ടിട്ടാണ് എന്തായിട്ടുള്ളത്, ശാസ്ത്രവും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളൊക്കെ അന്ന് പഠിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ അന്ന് ഒരുപാട് ഇസ്ലാമിക കാലഘട്ടത്തിൽ ഒരുപാട് കിതാബുകളും ഗ്രന്ഥങ്ങളും ഒക്കെ മറ്റ് ഭാഷകളിലേക്ക് യൂറോപ്യന്മാർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കടമെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവര് ഒരുപാട് അറിവുകളെ പഠിച്ചത് എന്നുള്ള ഒരു ചരിത്രം
നമ്മുടെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് എന്നോ ഉള്ള ഒരു സംഭവമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അപ്പോൾ നമ്മുടെ വിഷയം അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇൻ ദി മോഡേൺ വേൾഡ്, അപ്പോൾ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ എന്താണ് ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രാധാന്യം? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്ലേഷൻ ഇൻ ദി മോഡേൺ വേൾഡ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്ലേഷൻ ഇൻ ദി മോഡേൺ വേൾഡ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം നമുക്കറിയാം ഇന്ന് IT മേഖല, അതല്ലെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എന്താണ് നമ്മൾ അറബിയിൽ എന്താണ് പറയുക? ആരെങ്കിലും അറിയോ? എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വിടാൻ എന്തെങ്കിലും പറ്റുമോ? എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ അങ്ങനെ പറയുമ്പോൾ ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഒരു ഉപകാരമായിരിക്കും. സാറ് പറഞ്ഞതുപോലെ പിന്നെ നമ്മൾ ഇതൊരു ലൈവ് ക്ലാസ് ആയിട്ട് നിങ്ങൾ തന്നെ അതിനെ പരിഗണിക്കണം. മാഷാ അല്ലാ, മുഹമ്മദ് സാദിഖ് എഴുതിയിട്ടുണ്ട് അദ്ദക്കാവുൽ ഇസ്തിനായി. അതെ, കറക്റ്റാണ്. അദ്ദക്കാവുൽ ഇസ്തിനായി എന്ന് പറയും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു AI യുഗം വരുമ്പോൾ നമ്മൾ ട്രാൻസ്ലേഷന് പ്രാധാന്യം നഷ്ടപ്പെടല്ലേ എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നും. ഗൂഗിൾ ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടാണ്ട് ഒരുപാട് ട്രാൻസ്ലേഷൻ്റെ പല സോഴ്സുകളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ ഒരു ചോദ്യം വരും. പക്ഷേ അതിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ, അതല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ഇതിന് കൊടുക്കാതെ നമുക്കൊരിക്കലും നമുക്ക് ട്രാൻസ്ലേഷൻ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ട്രാൻസ്ലേഷന് ഒരു കൾച്ചർ ഉണ്ട്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് അതിൻ്റെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഈ കോണ്ടെക്സ്റ്റുകളെ പരിഗണിക്കാതെ നമുക്കൊരിക്കലും ട്രാൻസ്ലേഷനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പറയുന്നൊരു ഗൈഡൻസ്, ഈ ഒരു ട്രാൻസ്ലേഷന് കിട്ടേണ്ട ഒരു ഗൈഡൻസ് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ AIക്ക് തരാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണം, ഇപ്പം ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ അറബിയിൽ ഒരു വേർഡ് എടുത്താൽ, ഉദാഹരണം നമ്മൾ വഅദ എന്ന് പറയും. വഅദ എന്ന് പറഞ്ഞാൽ കരാർ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. വഅദ് എന്ന് നമ്മൾ പറയലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അറബിയിലെ മറ്റൊരു വേർഡാണ് അഹദ. അഹദ് എന്ന് നമ്മൾ പറയും. നമ്മൾ കരാർ ചെയ്യുക എന്നുള്ള തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഈ വഅദ എന്ന് പറഞ്ഞാലും അഹദ എന്ന് പറഞ്ഞാലും കരാർ ചെയ്യാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് കരാർ ചെയ്യുക എന്നുള്ളത് നമുക്ക് രണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഈ രണ്ട് വേർഡിന്? ആർക്കെങ്കിലും അറിയോ? അറിയാവുന്ന ആരെങ്കിലും? ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയണം. നിങ്ങൾ അറബിയിലൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികളാണ്, നല്ല സ്കില്ലുള്ള കഴിവുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ ഇങ്ങനെ ചോദിക്കുന്നത്. അത് നിങ്ങൾ അറിയുന്നവർ അത് പറയണം, തുറന്ന് പറയാം. വീഡിയോ ഓൺ ആക്കിയിട്ടില്ലെങ്കിലും അറിയുന്നവർ പറയാം. ആരെങ്കിലും അറിയാം? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം സർ. നമ്മള് അറബിയിൽ ഇപ്പോ ഉദാഹരണത്തിന് പറഞ്ഞതാണ്. വഅദ എന്ന് പറഞ്ഞാൽ കരാർ ചെയ്യാം. നമ്മളൊരു അഗ്രിമെന്റ് നടത്തുന്നതിന് വഅദ എന്ന് പറയും. അതേപോലെ തന്നെ അഹദ എന്നും പറയും. അഹിദ്, നമ്മൾ കരാറിന് അഹിദ് എന്നും പറയലുണ്ട്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു കോണ്ടെക്സ്റ്റിൽ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് അറിയുമെന്നാണ് ചോദ്യം. ഒന്ന് കരാറ്, ഒന്ന് ഉടമ്പടി. എങ്ങനെ? അറിയൂല. ആയിക്കോട്ടെ.
എന്തായാലും അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തായാലും നമ്മളിപ്പോ ഈ അഹദ എന്ന് പറഞ്ഞാല് അതൊരു ഒരു ഒരു ചെറിയൊരു പീരീഡിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഇതിപ്പോ നമ്മൾ കുറച്ചു കാലത്തേക്ക് നമ്മളിപ്പോ ആളുകൾ തമ്മിലുള്ള ഇടപാടൊക്കെ നടത്തുമ്പോൾ ഒരു ഉണ്ടാകുന്ന കരാറ് അഹദ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ വഅദ എന്ന് പറഞ്ഞാൽ അത് ലോങ് ടൈം ആയി നിൽക്കുന്ന ഒരു കരാറ് പോലെ ആയിരിക്കും. ഉദാഹരണം ഖുർആനിൽ അല്ലാഹു തആല പിന്നെ സ്വർഗമുണ്ട്, പിന്നെ അതേപോലെ നരകമുണ്ട്, മുഅ്മിനീങ്ങൾക്ക് സ്വർഗം ഞാൻ കരാർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ആ ഒരു കരാറ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു കരാറാണ്. ചെറിയ ഒരു കരാറല്ല, അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കിട്ടാനുള്ള, ചിലപ്പോൾ ഒരു നൂറ്റാണ്ട്, ഇപ്പൊ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ നടക്കാൻ പോകുന്ന കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ടൈമിലുള്ള ഒരു ഡിഫറൻസ് ഈ രണ്ട് വേർഡിലുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോ ഇതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു വാക്ക്, ഇപ്പൊ നമ്മൾ പണ്ട് ഉസ്താദ്മാര് പറയുന്ന ഒരു ഇപ്പൊ ലറബ എന്ന് പറഞ്ഞാൽ അതിനെ അടിച്ചു നമ്മൾ അർത്ഥം പറയലുണ്ട്. അതിന് തന്നെ ലറബക്ക് തന്നെ 40 അർത്ഥമുണ്ട് എന്ന് പറയലുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു അറബി ഡിക്ഷണറി എടുത്തു കഴിഞ്ഞാൽ, ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് തന്നെ ഇഷ്ടംപോലെ അർത്ഥങ്ങൾ വരും. അപ്പൊ കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. അപ്പോ നമ്മൾ ചിലപ്പോ പിന്നെ ഗൂഗിളിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ പാളിച്ചകളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. പണ്ടൊക്കെ ഒരു തമാശക്ക് പറയുകയാണെങ്കിൽ കുറച്ച് മുന്നേ ഇത് ഫോട്ടോ കണ്ടിരുന്നു, ലെറ്റർ ഡെലിവേർഡ് എന്ന് ഒരു ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ കത്ത് പ്രസവിച്ചു എന്നൊരു ഇത് അർത്ഥം വന്നതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ അത് കത്ത് നമുക്ക് എത്തി എന്നുള്ള അർത്ഥത്തിനാണ് അവിടെ നമ്മൾ അതിന്റെ മീനിങ് ഉള്ളത്. പക്ഷെ നമുക്ക് വന്നപ്പോൾ എന്തായി, കത്ത് പ്രസവിച്ചു എന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ അങ്ങനെ ചില വ്യത്യാസങ്ങൾ, ചില എന്താ പറയാ വളരെ പ്രകടമായിട്ടുള്ള തെറ്റുകൾ അതിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഏത് കാലഘട്ടത്തിലും നമ്മൾ AI വന്നാലും പുതിയ കാലത്തില് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ആകുന്ന നമ്മളൊരു ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. നമുക്ക് എങ്ങനെ നോക്കിയാലും നമുക്ക് ഭാഷ കൂടുതൽ നന്നാവുകയാണ്. നമ്മുടെ ഭാഷ കൂടുതൽ മെച്ചപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ പഠിക്കുന്ന വിഷയം അറബി ആവട്ടെ, ഏത് ലാംഗ്വേജ് ആവട്ടെ, നമുക്കതിൽ കൂടുതൽ ഒരു കോൺഫിഡൻസ് കൂടും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു കോൺഫിഡൻസ് ലെവല് നമുക്ക് ഇതുകൊണ്ട് വർദ്ധിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ട്രാൻസ്ലേഷന്റെ പല ഏരിയാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പണ്ട് ഈ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത്, കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്ന സമയത്ത് അന്ന് ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, കമ്പ്യൂട്ടർ വന്നാൽ കുറെ ആളുകളുടെ ജോലി പോകുമെന്നുള്ളത്. കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ കുറെ ആളുകളുടെ ജോലി പോകും. കാരണം അത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കുറെ കുറക്കുകയാണല്ലോ. കാരണം കാൽക്കുലേറ്റ് ചെയ്യാനും മറ്റ് പ്രോഗ്രാമുകൾ ചെയ്യാനും ഒന്ന് മനുഷ്യന്റെ അധ്വാനം കുറക്കാണ്. പക്ഷെ കമ്പ്യൂട്ടർ വന്നപ്പോൾ എന്തുണ്ടായത്, കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിന്റെ ലോകം വികസിച്ച് അതിന്റെ പിന്നെ അതിന്റെ ഗ്ലോബലൈസേഷൻ, അതിന്റെ ഒരു വാണിജ്യ മേഖലയിൽ അത് വികസിച്ചു, അതിന്റെ പ്രോഗ്രാമിംഗ് വർദ്ധിച്ചു, ഇന്റർനെറ്റ് പോലത്തെ സംഭവങ്ങൾ വികസിച്ചു. അപ്പൊ ആളുകൾക്ക് ജോലി കൂടുതൽ ഉണ്ടാവുക ചെയ്തത്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് കൂടുതൽ ജോലി കിട്ടുകയാണ് ചെയ്തത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ AI വന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ട്രാൻസ്ലേഷൻ എന്തോ ഇടിവ് സംഭവിച്ചു എന്നുള്ള നമുക്കൊരിക്കലും പറയാൻ പറ്റൂല. അപ്പൊ എന്നും നമുക്കൊരു പ്രസക്തിയുള്ള ഒരു ലൈവായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷന് പിന്നെ അതിന്റെ പോസിബിലിറ്റീസ് പിന്നെ പല ഏരിയകൾ, ഇപ്പൊ ഡിജിറ്റൽ മേഖലയിൽ ആപ്പുകൾ, അതേപോലെ തന്നെ വെബ്സൈറ്റുകൾ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇവിടെയൊക്കെ ട്രാൻസ്ലേഷന്റെ സാധ്യതകൾ, പോസിബിലിറ്റീസുകൾ വർദ്ധിക്കുകയാണ്. ഇംകാനിയാത്തു തർജുമ തസീദു ഫി കുല്ലി യൗമിൻ മിനൽ അയ്യാം في هذا الوقت المهم في هذا الوقت الحديث يزيد. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ബിസിനസ് മേഖലകളിൽ ഇപ്പൊ നമുക്കറിയാം, വാണിജ്യ മേഖലകളിൽ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇടപാടുകൾ, അതിനൊക്കെ പിന്നെ പ്രൊഡക്റ്റുകൾ കൈമാറ്റം ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വിൽപ്പനകളും വാങ്ങലുകളൊക്കെ നടക്കുമ്പോൾ ബിസിനസ് മേഖലയിൽ ഒരുപാട് ട്രാൻസ്ലേഷന്റെ സ്കോപ്പ് വർദ്ധിക്കുകയാണ്. നമ്മൾ വെറും അറബി ഇംഗ്ലീഷ് മാത്രം എന്നുള്ളതിനെ കുറിച്ചല്ല പറയുന്നത്. ട്രാൻസ്ലേഷന്
മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലേക്കും, അപ്പോൾ നമ്മൾ ഏത് ഭാഷ പഠിക്കുകയാണെങ്കിലും നമുക്ക് ഉപകാരമാണ്. പിന്നെ നമ്മൾ അറബി ഇംഗ്ലീഷിൽ ഫോക്കസ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഗ്ലോബലി അത് ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അപ്പോൾ ഈ ബിസിനസ് മേഖലയിലും ഈ പിന്നെ ട്രാൻസ്ലേഷൻ്റെ സ്കോപ്പ് വളരെയധികം കൂടുതലാണ്. പിന്നെ നമുക്കറിയാം കുറച്ച് മുമ്പുണ്ടായിരുന്ന ഒരു മേഖലയാണ് ലിറ്റററി എന്ന് പറയുന്ന നമ്മുടെ സാഹിത്യത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നോവല് പോയം, അതേപോലെ തന്നെ സ്ക്രിപ്റ്റുകൾ, പിന്നെ അതേപോലെ തന്നെ ഡോക്യുമെൻ്ററികൾ പോലത്തെ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്, അതിനും ഇന്നത്തെ കാലത്ത് സ്കോപ്പ് ഉണ്ട്. അതിനും നമ്മുടെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ അതിനൊരു പിന്നെ പെർഫെക്റ്റ് ട്രാൻസ്ലേറ്റർക്ക് അവിടെയും ഒരു സ്കോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പോൾ ഗവൺമെന്റിന്റെ പല കാര്യങ്ങൾ, അത് നമ്മുടെ പിന്നെ കേരളം എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്, ഗ്ലോബലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ഗവൺമെന്റ് ഇപ്പോൾ വിദേശത്ത് പിന്നെ GCC കൺട്രീസുകളിൽ അവിടെയുള്ള വർക്കുകൾ, പിന്നെ കോടതികൾ, പിന്നെ കോർട്ടുകൾ, അവിടേക്കുള്ള ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയുക സാധ്യതകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സീനിയറാണ്, ആള് പിന്നെ അബുദാബി കോർട്ടിലെ ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. നമ്മളെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഉസ്താദാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെട്ടു. വളരെ നല്ലൊരു പേയ്മെന്റ് അദ്ദേഹത്തിന് ഓരോ മാസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ വിദേശത്ത് പുറത്തും ഒക്കെ വളരെയധികം സ്കോപ്പുള്ള ഒരു കാര്യമാണ്. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ പിന്നെ ഒരുപാട് സാധ്യതകൾ ഈ ട്രാൻസ്ലേഷന് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് പിന്നെ ഇപ്പോൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ മേഖലയിൽ മൊത്തത്തിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിദേശികൾ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വരാറുണ്ട്, കേരളത്തിലേക്ക് വരാറുണ്ട് വിദേശികൾ. അപ്പോൾ അവർക്കൊക്കെ നല്ല ഒരു ട്രാൻസ്ലേറ്ററെ ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ നല്ല പിന്നെ കുറച്ചൊക്കെ പഠിച്ച അറബി ഇംഗ്ലീഷിലും കുറച്ചൊക്കെ ഒരു സ്കില്ലുള്ള ആളുകൾക്ക് ഫസ്റ്റ് തുടക്കത്തിൽ ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എങ്കിലും എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ ഇതിൽ എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് നല്ലൊരു ട്രാൻസ്ലേറ്ററായിട്ട് മാറാൻ കഴിയും. അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബ്രദർ പോലും ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദേശികൾ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, അവരുടെ ഡോക്യുമെൻസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, മെഡിക്കൽ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ലൊരു പേയ്മെൻറ്റ് അതിലൂടെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഫ്രീലാൻസ് ഓൺലൈൻ ആയിട്ടുള്ള ഇതിൽ കാര്യങ്ങൾ കമ്പനികളിൽ ഒക്കെ നമ്മളിപ്പോൾ പിന്നെ ഓരോ സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ കമ്പനികൾ, ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഓരോ കമ്പനികൾ ഈ ട്രാൻസ്ലേറ്റർമാരെ തേടിക്കൊണ്ടേ ഇരിക്കണം ഓരോ ടൈമിലും. നമ്മൾ ഓൺലൈനിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി, ഓരോ കമ്പനീസിലും ഒഴിവ് ട്രാൻസ്ലേറ്റർമാരെ ഒഴിവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിപ്പോൾ ഇതിൽ പിന്നെ കുറേ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ PSCക്കും അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് ഉപകാരമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭാവിയിൽ ഒരു ട്രാൻസ്ലേറ്റർ ആയാലും ട്രാൻസ്ലേറ്റർ ആയിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മേഖല, നിങ്ങൾ പഠിക്കുന്ന മേഖലയാവട്ടെ, നിങ്ങളുടെ ഏത് മേഖലയാവട്ടെ, നിങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അത് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഈ അൽ-ഉയൂൻ അക്കാദമിൻ്റെ ഇതിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോഴും അതേപോലെ തന്നെ പേഴ്സണലായിട്ട് നമ്മൾ ഓരോ ട്രാൻസ്ലേഷൻ്റെ ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിലൂടെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വളരെ ഉപകാരപ്പെടുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ PSC എക്സാമിനൊക്കെ നമ്മുടെ ഈ ട്രാൻസ്ലേഷൻ വരുമ്പോൾ, ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മുമ്പ് ഒരു PSC എക്സാമിന് എഴുതിയപ്പോൾ അതിൽ ഏകദേശം 11 ക്വസ്റ്റ്യൻ 11 12 ക്വസ്റ്റ്യൻസ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറബി ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബി, അതിൻ്റെ വേർഡ്സ് അതേപോലെ തന്നെ സെൻറ്റൻസ് തന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം നല്ല ഒരു സ്കില്ലുള്ള ആൾക്ക്, അപ്പം അത്രയും ഒരു മാർക്ക് നമുക്ക് ഈ ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് ചെയ്യുന്നതിലൂടെ, ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടാൻ
അങ്ങനെ ബെനിഫിറ്റ് വലിയൊരു ബെനിഫിറ്റ് നമുക്ക് ഇതിലൂടെ കിട്ടും. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലും നമുക്ക് നഷ്ടമല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ അതിനു വേണ്ടി ഒരു ചെറിയൊരു പേയ്മെന്റ് നമ്മളൊരു പൈസ മുടക്കിയാലും നമുക്കത് ഷുവറായിട്ട് ഐ അഷ്വർ ദാറ്റ് ഇറ്റ് വിൽ ബി ബെനിഫിറ്റ് ഫോർ യു. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. പിന്നെ അപ്പോൾ ഞാൻ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മുടെ സമയം നമ്മളോടൊരു അരമണിക്കൂർ രീതിയിലൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാലും പിന്നെ വിഷയത്തെ ഒന്ന് മൊത്തത്തിൽ എടുത്തുകൊണ്ട് സംസാരിക്കാൻ അതിന്റെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, പോസിബിലിറ്റീസ് ഓഫ് ട്രാൻസ്ലേഷൻ ഇൻ ദി മോഡേൺ വേൾഡ്. പിന്നെ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൽ കൂടെ ആഡ് ചെയ്തിട്ട് ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ അപ്പോൾ ഇനി അടുത്ത് ഞാൻ പറയാൻ പോണത് പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് തിങ്സ് ടു ഡു ടു കൺസിഡർ വെൻ ട്രാൻസ്ലേറ്റിംഗ്. നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ട്രാൻസ്ലേഷൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് എന്തൊക്കെ ട്രാൻസ്ലേഷൻസ് നമുക്കുണ്ട് എന്നൊന്ന് പരിശോധിക്കാം. നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാതും ഒരുപോലെയല്ല, ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ലിറ്റററി ട്രാൻസ്ലേഷൻ ഉണ്ട്, അത് നമ്മൾ നമ്മളെ സാഹിത്യപരമായിട്ടുള്ള ട്രാൻസ്ലേഷനുകൾ, നമ്മൾ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഉദാഹരണം നോവല്, അതല്ലെങ്കിൽ കഥകൾ, അതല്ലെങ്കിൽ പോയംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് ലിറ്റററി ട്രാൻസ്ലേഷനാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരുപാട് ട്രാൻസ്ലേഷൻ അങ്ങനെ പോയിട്ടുണ്ട്. ഉദാഹരണം ആടുജീവിതം, മലയാളത്തിലുള്ള ഒരു പുസ്തകമാണ് ആടുജീവിതം. നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് അത്. പിന്നെ ഒരു വ്യക്തി അതെ അത് എഴുതിയിട്ടുണ്ട്, ചെമ്മീൻ, മുഹിയുദ്ദീൻ ആലുമായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ചെമ്മീൻ എന്ന് പറയുന്ന പുസ്തകം. അതൊക്കെ PSCക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ അപ്പോൾ അതേപോലെ നാലുകെട്ട്, പിന്നെ ഇരുട്ട്, ഉൽമത്തി സമായി, അതേപോലെ ബാല്യകാല സഖി, റഫീഖത്തു സിബ എന്ന് പറയുന്ന പുസ്തകം. ഇതൊക്കെ നമ്മുടെ മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് പോയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇതേപോലെ അറബിയിൽ നിന്ന് മലയാളത്തിലേക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ മഹാനായ സയ്യിദ് റമദാൻ ബൂത്തി അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക്, സയ്യിദ് റമദാൻ ബൂത്തി അവരുടെ പിന്നെ ആയിഷ ബീവിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. വളരെ നല്ല റെലവെന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെ ഒരു വ്യക്തി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ആയിഷ ബീവി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഏത് ലാംഗ്വേജിൽ നിന്നും, ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റേ ലാംഗ്വേജിക്ക് നമ്മളൊരു ലിറ്റററി രീതിയിൽ സാഹിത്യപരമായിട്ടുള്ള എന്നാൽ അറിവ് കൂടിയുള്ള പിന്നെ ട്രാൻസ്ലേഷനുകൾ ഒരുപാടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടെക്നിക്കൽ ട്രാൻസ്ലേഷനുകളുണ്ട്. അതിൻ്റെ ഓരോ വ്യത്യാസങ്ങളാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. അത് ടെക്നിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ IT മേഖലയും ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ട്രാൻസ്ലേഷനുകളാണ്. അതേപോലെ നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസ്ലേഷനാണ് ടെക്നിക്കൽ ട്രാൻസ്ലേഷൻ. പിന്നെ അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസ്ലേഷൻ ഉണ്ട്. നമ്മൾ ഒരു കോർട്ടുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഭരണപരമായിട്ടുള്ള പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ലേഷൻ, പ്രധാന കോടതി, അങ്ങനത്തെ അതിലുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് വേറൊരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഡോക്യുമെന്റൽ ട്രാൻസ്ലേഷൻ. ഡോക്യുമെന്റൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പാസ്പോർട്ട്, അതല്ലെങ്കിൽ വിസ, അതല്ലെങ്കിൽ നമ്മുടെ ലൈസൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഡോക്യുമെന്റ്സുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് ഇന്നത്തെ കാലത്ത് വളരെ സ്കോപ്പുള്ളൊരു കാര്യമാണത്. അത് ട്രാൻസ്ലേഷൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതും എന്നാൽ വലിയൊരു റിസ്ക് ഇല്ലാത്തതുമായ ഒരു സാധനമാണ് ഈ ഡോക്യുമെന്റൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇതൊക്കെ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് അറബിക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ആള് വരും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട പാർട്ടി വരുമ്പോൾ
നമ്മൾ അവരുടെ ആ ഫോം കാര്യങ്ങൾ നമ്മൾ മേടിക്കും. എന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക വേണ്ടുള്ളൂ. അതിൽ കൂടുതൽ അധികം ഉണ്ടാവില്ല. നമുക്ക് ഈ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ്, ഇസ്മ, പേര്, ഇസ്മുൽ ആയിലത്ത്, അവരുടെ പിന്നെ വീട്ടുപേര്, അതല്ലെങ്കിൽ അവരുടെ താരീഖുൽ വിലാദ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ആ ഒരു അതിന്റെ ബേസിക് ആയിട്ടുള്ള രൂപങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് ഇങ്ങോട്ട് നടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ പോസ്റ്ററിൽ കണ്ടിരുന്നൊരു സാറിന്റെ പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു, ഡോക്യുമെന്ററി ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു എന്ന് കണ്ടിരുന്നു. അപ്പൊ അതെന്താണെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് ഡോക്യുമെന്റ്സുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യലാണ്. അത് വളരെയധികം സ്കോപ്പുള്ള ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. പിന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സഹിലാണ്, വളരെ എളുപ്പമാണ് അത് ചെയ്യാൻ. ഈ ലിറ്റററി ട്രാൻസ്ലേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലാണ് കുറച്ചുകൂടി റിസ്ക് ഉള്ള കാര്യം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഈ കൾച്ചർ, ഇതിൻ്റെ ഒരു പിന്നെ ഒരു സംസ്കാരം നമുക്ക് കിട്ടണം. ഞാൻ നേരത്തെ വഅദ, അഹദ ഒക്കെ വ്യത്യാസം ചോദിച്ചല്ലോ. അതൊക്കെ ഓരോന്നിൻ്റെ കോണ്ടെക്സ്റ്റാണ്. കോണ്ടെക്സ്റ്റുകൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് അതറിയണം, അത് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആവും. അപ്പോൾ അടുത്തതാണ് ഈ ഡോക്യുമെന്റൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം പിന്നെ അതേപോലെ തന്നെ പല ട്രാൻസ്ലേഷനുകളും ഉണ്ട്. നമ്മൾ പത്രം ട്രാൻസ്ലേഷൻ, ന്യൂസ് പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലിപ്പോ ഹെഡിങ് ഉണ്ടാവും. ആ ഹെഡിങ്ങിനെ നമ്മൾ അതുപോലെ തന്നെ നമുക്കിപ്പോ ഉദാഹരണം എന്താ പറയുക, ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോ ഇന്ത്യക്കാരൻ അമേരിക്ക സന്ദർശിച്ചു എന്നാണ് അതിലിപ്പോ ഒരു വാർത്ത എങ്കിൽ നമ്മൾ അതിനെ അറബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ സാറ എന്ന് പറഞ്ഞ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യൂല. അതിനെ സന്ദർശിച്ചു എന്ന് അതിനെ ഒരു ഫിയലായിട്ടുള്ള രീതിയിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യൂല. ഇസ്മ കൊണ്ടായിരിക്കും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത് ന്യൂസ് പേപ്പറിന്റെ ഒരു ശൈലിയാണ്. പല ന്യൂസ് പേപ്പറിന്റെ ഒരു ശൈലിയാണ് അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ. അപ്പോൾ ഓരോന്നിനും ഓരോ മെത്തഡോളജി ഉണ്ട്. ഓരോ ട്രാൻസ്ലേഷനും ഓരോ മെത്തഡോളജി ഉണ്ട്. അപ്പോൾ നമ്മൾ ലിറ്റററി ട്രാൻസ്ലേഷൻ ആവട്ടെ, ഡോക്യുമെന്ററി ട്രാൻസ്ലേഷൻ ആവട്ടെ, അതല്ലെങ്കിൽ ടെക്നിക്കൽ ട്രാൻസ്ലേഷൻ ആവട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസ്ലേഷൻ ആവട്ടെ, ഏതിനും അതിൻ്റെതായ ഒരു മെത്തഡോളജി നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോഴേ നമുക്കതൊരു പിന്നെ ശരിയാവുള്ളൂ. പിന്നെ നമ്മൾ ഈ ട്രാൻസ്ലേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ട്രാൻസ്ലേഷന്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് അൽ-ലുഗത്തുൽ മസ്ദർ, അതായത് നമ്മുടെ സോഴ്സ് ലാംഗ്വേജ്. നമ്മൾ ഏത് ഭാഷയിൽ നിന്നാണ് ട്രാൻസ്ലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് സോഴ്സ് ലാംഗ്വേജ്, അൽ-ലുഗത്തുൽ മസ്ദർ. പിന്നെ വേറൊന്നാണ് അൽ-ലുഗത്തുൽ ഹദ്ഫ്, അതായത് ടാർഗറ്റ് ലാംഗ്വേജ്. നമ്മൾ ഏതിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആ ഒരു ഭാഷ. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സോഴ്സ് ലാംഗ്വേജ്, അറബി അതിൻ്റെ ടാർഗറ്റ് ലാംഗ്വേജ്. ഈ 2 കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ 2നും നമ്മൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ നടത്തുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു സാധനത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റുമ്പോൾ അതിൽ തെറ്റ് വരാൻ പാടില്ല. ഇപ്പോൾ പിന്നെ പല തെറ്റുകളും, വളരെ പ്രകടമായിട്ടുള്ള പല തെറ്റുകളും നമ്മൾ കാണാറുണ്ട് ചില സമയത്ത്. ഇപ്പം ഞാൻ ഈ അടുത്തൊരു പിന്നെ ഒരു മിഠായി അല്ല, ഒരു ചോക്ലേറ്റ് പോലത്തെ ഒരു സാധനം ഞാൻ കൈ കിട്ടിയപ്പോൾ അതുമ്മലുള്ളൊരു പരസ്യം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു വലിയൊരു പൊട്ടത്തരാണ് അതിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്കൊന്ന് കാണിച്ചു തരാൻ നോക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. ടാർഗറ്റ് ലാംഗ്വേജിന് അൽ-ലുഗത്തുൽ ഹദ്ഫ് എന്നാണ് പറയട്ടോ. അൽ-ലുഗത്തുൽ ഹദ്ഫ്.
നമുക്ക് കാണുന്നുണ്ടോ? എൻ്റെ സ്ക്രീന് കാണുന്നുണ്ടോ? ആരെങ്കിലും ഒന്നൊരു വോയിസിൽ ആരെങ്കിലും റിപ്ലൈ തരികയാണെങ്കിൽ വളരെ നന്നായി. ഓക്കെ, കാണാൻ സാറേ. കാണുന്നുണ്ട്. ഇത് ഒരു മിഠായിയാണ്. മിഠായി എന്ന് പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് പോലത്തെ ഒരു മിഠായി. ഇതിന്റെ പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചു? ഹൽ തറൗന അൽ ഇഅ്ലാൻ എന്തായാലും എഴുതിയിട്ടുള്ളത്. ആദ്യം നമുക്ക് അതിന്റെ ചിത്രം എന്താണെന്ന് നോക്കാം. ചിത്രത്തില് ഒരു തേങ്ങയുടെ ചിത്രമുണ്ട്. അതേപോലെ ഈത്തപ്പഴം കാണുന്നുണ്ട് അല്ലേ? ഈത്തപ്പഴം കാണുന്നുണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ എന്താ എഴുതിയിട്ടുള്ളത്? ഡേറ്റ്സ് കോക്കനട്ട് ബാർസ്. അവിടെ ഡേറ്റ് എന്നുള്ള ഉദ്ദേശം എന്താണ്? ഡേറ്റ്സ് നമ്മൾ ഈത്തപ്പഴമാണ് ഉദ്ദേശിച്ചുള്ളത്. കോക്കനട്ട് പറഞ്ഞാൽ നമ്മളെ തേങ്ങ, ബാർസ് പറഞ്ഞാൽ അതിന്റെ ബാറുകൾ. പക്ഷെ അതിന്റെ അറബി മുകളിൽ ശ്രദ്ധിച്ചങ്ങള് താരീഖു ജൗദുൽ ഹിന്ദി അൽ ബാറാത്ത് എന്നാ കൊടുത്തിട്ടുള്ളത്. താരീഖു ജൗദുൽ ഹിന്ദ്. ജൗദുൽ ഹിന്ദ് ഇവിടെ കോക്കനട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, തേങ്ങ എന്നുള്ള അർത്ഥത്തിലാണ്. അൽ ബാറാത്ത് എന്നാൽ അതിന്റെ ബാറുകൾ. പക്ഷെ ഇവിടെ ഡേറ്റ്സ്, അതായത് നമ്മളെ ഈത്തപ്പഴത്തിന് ഇവിടെ കൊടുത്തിട്ടുള്ള താരീഖ് എന്നാണ്. താരീഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററി എന്നാണ് അതിന്റെ അർത്ഥം. ചരിത്രത്തിനാണ് നമ്മൾ താരീഖ് എന്ന് പറയാം. പക്ഷെ ഇവിടെ കൊടുക്കേണ്ടിന്ന് എന്താണ്? തമ്രു ജൗദുൽ ഹിന്ദ് അൽ ബാറാത്ത് എന്നാണ്. ഈത്തപ്പഴം പിന്നെ തേങ്ങയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇതിപ്പോ കണ്ടോ, ഇതിപ്പോ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 1,00,000 പീസ് വരെ ഇങ്ങനെ അടിച്ച് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഉള്ളത് എന്താണ്? ഈ പറയുന്ന തെറ്റാണ്. അപ്പോ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോ ഞാൻ അപ്പൊ ഒരു ഉദാഹരണത്തിന് കാണിച്ചെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല തെറ്റുകളും ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതൊക്കെ പലതും പല ഗൂഗിൾ ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധാ ട്രാൻസ്ലേഷനോ ഒക്കെ എന്തെങ്കിലും ആപ്പ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതുപോലത്തെ തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങൾ. ലുഗത്തുൽ മസ്ദർ, നമ്മുടെ സോഴ്സ് ലാംഗ്വേജ്. അതായത് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ്, അതിലൊരു വേർഡ് കിട്ടി, ആ വേർഡിന്റെ എന്താണ് അതുകൊണ്ടുള്ള യഥാർത്ഥ മീനിങ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ലുഗത്തുൽ ഹദഫ്, നമ്മൾ എന്താണോ നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ്, ആ ടാർഗറ്റിൽ അതിന്റെ എന്താണോ അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശം നമ്മളവിടെ വ്യക്തമാക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സ്, ഇപ്പോൾ ട്രാൻസ്ലേഷന്റെ മേഖലയിൽ കുറേ കാലം വർക്ക് ചെയ്ത് നല്ലൊരു നല്ലൊരു ട്രാൻസ്ലേറ്റർ ആയിട്ട് മാറുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു ട്രാൻസ്ലേഷൻ അതൊരു അത്തർജുമാൽ ഇബ്ദാഇയ എന്ന് നമ്മൾ പറയും. ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ അത്തർജുമ അൽ ഇബ്ദാഇയ. അതായത് നല്ല എക്സ്പീരിയൻസും നല്ല ഒരു നോളജൊക്കെ ഉള്ള ആൾ ചെയ്യുന്ന ഒരു ട്രാൻസ്ലേഷനാണ് അത്തർജുമ അൽ ഇബ്ദാഇയ എന്ന് പറയാം. ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നല്ല ഒരു എക്സ്പീരിയൻസ്, നല്ല ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണം. നമ്മൾ പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ എന്നും പറയാറുണ്ട്. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാം. പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ പിന്നെ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. 4 കാര്യങ്ങൾ വളരെ പ്രധാനം. ഒന്ന് അക്യുറേറ്റ് ആവണം, വളരെ കൃത്യമായിരിക്കണം. നമ്മുടെ ചെയ്യുന്ന ട്രാൻസ്ലേഷൻ കൃത്യമായിരിക്കണം, അതൊന്ന്. പിന്നെ രണ്ടാമത് കൾച്ചറലി അപ്രോപ്രിയേറ്റ്. നേരത്തെ പറഞ്ഞ കൾച്ചർ, അതായത് ഇതിന്റെ ഒരു സ്വഭാവം. നമ്മളെ ഒരു നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണെങ്കിൽ ആ വാക്കിനൊരു പ്രത്യേക അർത്ഥം ഉണ്ടാവും. ആ അർത്ഥത്തിന്റെ ആശയം ചോരാത്ത രീതിയിലായിരിക്കണം നമ്മളൊരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയ്ക്ക് നമ്മൾ ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ ഉണ്ടാവേണ്ടത്. അതാണ് കൾച്ചറലി അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും വേർഡ് ആയി എന്നുള്ളത് കൊണ്ട് എന്താവില്ല, യഥാർത്ഥ ട്രാൻസ്ലേഷൻ, പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ ആവില്ല, ഒരു സാധാ ട്രാൻസ്ലേഷനേ ആവുള്ളൂ. പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്നുള്ളത് കോണ്ടെക്സ്റ്റ് അവയർനെസ്. അതായത് അതിന്റെ സന്ദർഭം എന്താണ്, അതിന്റെ ആ മീനിങ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ള ആ ഒരു സന്ദർഭം ഉണ്ടാവും. ആ സന്ദർഭത്തെ കൃത്യമായിട്ട് നമുക്ക് അതിലേക്ക് മാറ്റാൻ പറ്റണം.
കോണ്ടക്സ്റ്റ് അവയർനെസ് പ്ലസ് ട്രെയിൻഡ് ട്രാൻസ്ലേറ്റർ ആവുക എന്നുള്ളതാണ്. ട്രെയിൻഡ് ട്രാൻസ്ലേറ്റർ, അതായത് നല്ലൊരു ട്രെയിനിങ് ചെയ്യപ്പെട്ട നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റർ ആവുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളും കൂടി കൂടുമ്പോഴാണ് നല്ലൊരു പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ ഉണ്ടാകുന്നത്. ഒന്നുകൂടി പറയാം. 1 അക്യുറേറ്റ് ആവുക, 2 കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആവുക, 3 കോണ്ടക്സ്റ്റ് അവയർനെസ്, കോണ്ടക്സ്റ്റ് ഉള്ള ഒരു ബോധം ഉണ്ടാവുക, 4 ട്രെയിൻഡ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റർ ആവുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സാമുവൽ ടൈലറിനെ കേട്ടിക്കണം. സാമുവൽ ടൈലർ നല്ലൊരു എഴുത്തുകാരനൊക്കെയാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ ഒരു കവിത പോലെ അദ്ദേഹം പറഞ്ഞതാണ്, വാട്ടർ വാട്ടർ എവരിവർ, വാട്ടർ വാട്ടർ എവരിവർ, നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. വാട്ടർ വാട്ടർ എവരിവർ, നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. ആർക്കെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലായോ? വെള്ളം വെള്ളം സർവത്ര, ആ അല്ലേ? തുള്ളി കുടിക്കാനില്ലത്ര എന്നാണോ? വെരി ഗുഡ്. നിങ്ങളെ പേരെന്തായിരുന്നു? ബിൻഷ. ഓക്കെ, ബിൻഷ. വളരെ കറക്റ്റ് ആണ്. അതായത് നമ്മൾ പറയാറുണ്ട്, വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാനില്ലത്ര. അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞ സംഭവമാണത്, വാട്ടർ വാട്ടർ എവരിവർ, നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. അത് നമ്മളിപ്പോ യഥാർത്ഥത്തിൽ അത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത്, ഈ വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാനില്ലത്ര എന്ന് പറഞ്ഞത് KM സാഹിബാണ്. അദ്ദേഹമാണ് അതിനെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഈ വാട്ടർ വാട്ടർ എവരിവർ എന്ന് പറഞ്ഞാല് നമുക്കത് കേൾക്കുമ്പോൾ നമുക്കതൊരു രസത്തിൽ പറയാൻ കഴിയില്ല. വെള്ളമുണ്ട്, എവിടെയും വെള്ളം ഉണ്ട്, പക്ഷെ നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്, ഒരു തുള്ളിയും കുടിക്കാനില്ല എന്നാണ് നമുക്കതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ അതിങ്ങനെ ഒരു ഒഴുക്കില് വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാനില്ലത്ര എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മയത്തില്, അതാണ് അതിന്റെ ഒരു ട്രാൻസ്ലേഷന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ ആണത്. നമ്മളിപ്പോ പറഞ്ഞ ഒരു ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ, ഒരു പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഞാൻ മൊത്തത്തിൽ പറഞ്ഞത്, ഈ അറബിയിൽ നമ്മൾ പറയാറുണ്ട്, കോണ്ടക്സ്റ്റ് ഡിറ്റർമൈൻസ് ദ മീനിങ് എന്ന് പറയാറുണ്ട്. കോണ്ടക്സ്റ്റ് ഡിറ്റർമൈൻസ് ദ മീനിങ്, അതായത് ഈ കോണ്ടക്സ്റ്റ് ആണ്, സന്ദർഭമാണ് ഏതിൻ്റെയും അർത്ഥത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് എന്ന് പറയാറുണ്ട്. നമ്മൾ അറബിയിലെ അസിയാഖു യുഹദ്ദിദുൽ മഅന, അസിയാഖു യുഹദ്ദിദുൽ മഅന എന്നാണ് അതിനെ അറബിയിൽ പറയാറുള്ളത്. അതായത് സന്ദർഭമാണ് എപ്പോഴും നമ്മുടെ ഈ യഥാർത്ഥ മീനിങ്ങിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഒന്ന് ചുരുക്കുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും ട്രാൻസ്ലേഷന്റെ പല ക്ലാസ്സുകളും കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഒന്നും കേട്ടു. ഇത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെ സാധ്യതകൾ, ട്രാൻസ്ലേഷന്റെ സാധ്യതകൾ ഒരുപാടുണ്ട് നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് രാജ്യങ്ങളിലൊക്കെ, GCC കൺട്രീസുകളിലൊക്കെ ഒരുപാട് നമുക്ക് വാല്യൂ കിട്ടുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു ഉസ്താദ് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർത്തു പോവാണ്. അതായത് പിന്നെ ഉസ്താദിന്റെ ഒരു പരിചയത്തിലുള്ള ഒരാള്, അദ്ദേഹം ഗൾഫിൽ പോയി, പിന്നെ അവിടെ ഒരു സാധാ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു പണ്ഡിതനാണ്, വിവരമുള്ള ആളാണ്, പിന്നെ അറബിയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ ചെന്ന് പെട്ടപ്പോ, ഗൾഫിൽ പോയപ്പോ നല്ലൊരു ജോലിയൊന്നും കിട്ടിയില്ല. ഒരു സാധാ ഒരു വീട്ടിലുള്ള ഒരു ചെറിയ ജോലിയാണ് കിട്ടിയത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു നിലത്തുനിന്ന് ഒരു പേപ്പർ കിട്ടി. ഒരു പേപ്പർ കിട്ടിയപ്പോൾ ആ പേപ്പറിൽ ഇങ്ങനെ അറബിയിൽ കുറച്ച് സെന്റൻസുകൾ എഴുതിയിട്ടുണ്ട്, പേന കൊണ്ട് എഴുതിയ കുറച്ച് സെന്റൻസുകൾ അതിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അതിൽ ചില മിസ്റ്റേക്കുകൾ ഉള്ളതായിട്ട് അദ്ദേഹത്തിന് കണ്ടു.
നെഹ്വി ആയിട്ട് അറബിയിലുള്ള ഭാഷയിൽ ചെറിയ തെറ്റുകളൊക്കെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറബിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതിൽ എന്താ പറയുക, കസീറുമിനൽ ഖത്ത് കസീർ, കുറെ തെറ്റുകളുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അദ്ദേഹം ആ തെറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ ഈ അറബിക്ക് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നീ ഇങ്ങനെ ഒരു ചെറിയ ജോലി എടുക്കേണ്ട ആളല്ല, നീ എന്ത് ചെയ്യണം, നിന്നെ ഞാൻ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാൻ പോവാണ്, എൻ്റെ സ്വന്തം നല്ലൊരു പോസ്റ്റ്, നല്ലൊരു പദവിയിലേക്ക് തന്നെ മാറ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ ആ ഒറ്റയടിക്ക് ആ ഓൺ ദി സ്പോട്ടിൽ അദ്ദേഹം നല്ലൊരു പൊസിഷനിലേക്ക് മാറി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളാണ്, ചില സന്ദർഭങ്ങളാണ് ചിലപ്പോൾ നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുക എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ലാംഗ്വേജ്, നമ്മൾ ഈ ട്രാൻസ്ലേഷൻ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണ് നമ്മൾ തറയ്ക്കുന്നത്. മൊത്തത്തിൽ നമ്മളെ നെഹ്വി ആയിട്ടും അതിൻ്റെ കാരണം ഒരാൾക്ക് ഒരു കാര്യം ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ ഭാഷയുടെ എല്ലാ ടൂളുകളും കിട്ടണം. ഇപ്പോ നെഹ്വി കിട്ടേണ്ടി വരും, പിന്നെ ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള അറിവ് വേണം, പിന്നെ അതിൻ്റെ ലിറ്റററി ആയിട്ടുള്ള അറിവ് വേണം, ബലാഗ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബലാഗ പഠിക്കണം, പിന്നെ അതിൻ്റെ സാഹിത്യ വശങ്ങളെ കുറിച്ച് അറിയണം, പിന്നെ ഭാഷയുടെ കൾച്ചർ അറിയണം, ഭാഷയുടെ ഉപയോഗത്തെക്കുറിച്ച് അറിയണം. ഇതൊക്കെ അറിയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ഒരു ട്രാൻസ്ലേറ്റർ ആവുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാഷയെ നല്ലോണം അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഈ അൽ ഉയൂന്, നമ്മുടെ ഈ അക്കാദമിനെ കുറിച്ച് അന്വേഷിച്ചു, അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരുപാട് പിന്നെ ഒരുപാട് ആളുകൾ ഇത് പഠിച്ച് നല്ലൊരു പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. 2000-ഓളം സ്റ്റുഡൻസ് ആണ് ഇതിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളതെന്നാണ്. പിന്നെ അതേപോലെ തന്നെ ആയിരക്കണക്കിന് ട്രാൻസ്ലേറ്റേഴ്സ് ആയി മാറിയിട്ടുണ്ട്. പിന്നെ 400-ൽ പരം ആളുകൾ ട്രെയിനർമാരായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് 150-ൽ പരം ആളുകൾ പ്ലേസ്മെന്റ്, ഒരു നല്ല നല്ല പോസ്റ്റുകളിലേക്ക് ഇവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു ഫീഡ്ബാക്ക്, നല്ല ഒരു വിവരം ഈ അൽ ഉയൂൻ അക്കാദമിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇപ്പൊ ഇതിൽ എത്ര ആളുകൾ, ഏകദേശം 10-15 ആൾക്കാർ അല്ലേ? അപ്പോൾ ഇത്രയും ആളുകൾ എന്തായാലും ജീവിതത്തിൽ ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഭാഷയെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് തീരുമാനം ഉണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഹെൽപ്പ് ഫോർ അസ് ടു ഇംപ്രൂവ് അവർ ലാംഗ്വേജ്. الترجمة تعلمنا كثيرا من المعلومات، خاصة العلوم اللغوية. فعندما نترجم من لغة إلى لغة أخرى نتعلم اللغة جيدا ومقاصدها ومبادئها وخواتمها وكلها. نحن نتفقد ونحن نتعلم كل هذه المعلومات، وبذلك سينتفع لنا في مجال علومنا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയാനും തൗഫീക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത്രയും സമയം എന്നെ കേട്ട, എന്നെ അറിഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സാറ് ലൈനിലുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും.
മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമ്മൾ ഇത്രയും സമയം നമ്മൾ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഈ ഒരു അവസരത്തിൽ. നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും ട്രാൻസ്ലേഷൻ ചെയ്തതോ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയെ കുറിച്ചോ എന്തെങ്കിലും പൊതുവായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സാറേ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പോ കേട്ടതും കുറച്ച് മുമ്പ് മനസ്സിലാക്കിയുള്ള ഒരു കാര്യം. അപ്പോൾ ട്രാൻസ്ലേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വിശാലമായ ഒരു ഏരിയ ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഡോക്യുമെന്റും അതേപോലെ മറ്റു കോർട്ടും അങ്ങനത്തെ കുറെ കാര്യങ്ങളിലൂടെ ജോലി കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പൊ ഈ ഓരോ ഏരിയക്കും ഓരോന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരില്ലേ? സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴല്ലേ അതിൻ്റെതായ ഒരു മെച്ചം ഗുണം കിട്ടുള്ളൂ. അത് ആമായിട്ട് നമ്മൾ പഠിക്കണോ അതിന്റെ? അല്ല, അത് പിന്നെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ആമായിട്ട് എല്ലാം പഠിക്കുക. നമ്മൾ ഇതിന്റെ ഓരോ ഭാഗത്തെയും നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്തു പോകും. ഇപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലയുവിന്റെ ഞാൻ വേറൊരു ഇതിലാണ് ചെയ്തിട്ടുള്ളത്. അതിലെങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് ഇപ്പോ ഡോക്യുമെന്റൽ ട്രാൻസ്ലേഷൻ ആണ് കൂടുതൽ ഇപ്പോൾ ഉള്ള സ്കോപ്പ് ഉള്ളത്. അപ്പൊ അതിനെ നമ്മൾ കുറെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ ട്രാൻസ്ലേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിക്കും. പിന്നെ അതേപോലെ തന്നെ ലിറ്റററി ആയിട്ടുള്ളതും പിന്നെ ഇതായിട്ടുള്ളതൊക്കെ ഉള്ള മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നായിട്ടും പഠിച്ചു പോവല്ല, ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെന്താ വെച്ചാൽ ഒക്കെ ലാംഗ്വേജ് ബേസ്ഡ് ആയതുകൊണ്ട് എല്ലാത്തിലും നമ്മളൊരു ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുക, എല്ലാത്തിലും നമുക്കൊരു ഇതുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മൊത്തത്തിൽ എല്ലാവരോടും കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പാഷനായിട്ട് വരണം. അത് നമ്മൾ ഒരിക്കലും എന്തല്ല നമ്മുടെ പുറത്തു നിന്നുള്ളൊരു തള്ളുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവേണ്ട കാര്യമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹം വരണം. അപ്പോഴാണ് നമുക്കത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു കോഴ്സിന് കൂടി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളൊന്നും ഒരു വലിയ ട്രാൻസ്ലേറ്റർ ആവൂല. നേരെ മറിച്ച് നമ്മൾ അതിന് വേണ്ടിയുള്ള എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുത്ത് നമ്മൾ പഠിച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇത് നമുക്ക് ഒരു ഡെയിലി ഒരു നമ്മളതിന് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ നമുക്കൊണ്ട് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അതല്ല എങ്കിൽ അങ്ങനെ ഒരു പോക്ക് അങ്ങനെ പോകുമെന്നേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ചോദിക്കാണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തും അല്ല, അഭിപ്രായമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമായിട്ടാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സുകളെ കുറിച്ച് നല്ല നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. എന്തായാലും നിങ്ങൾ പിന്നെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് ചെയ്യണം എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഇത്രയും അതിനെ പ്രൊമോട്ട് ചെയ്ത് പറയാൻ കാരണം നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ്. നമുക്കൊരു കോൺഫിഡൻസ്, ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. പിന്നെ അത് നമുക്ക് എല്ലാ മേഖലയിലും നമ്മൾ ഈ ഒരു പിന്നെ ഒരു പഠനത്തിന്റെ മേഖല അല്ലെങ്കിൽ ജോലിയുടെ മേഖല ഇതാണ് എങ്കിൽ, ഒരു അറബി നമ്മുടെ ലാംഗ്വേജ് പരമായിട്ടുള്ള ആണ് എങ്കിൽ, ഇനിയിപ്പോൾ ടീച്ചിങ് ആണെങ്കിലും ശരി, പിന്നെ നമുക്ക് എന്നും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അതിലൊരു സംശയമില്ല. പിന്നെ വലിയ ഒരു എക്സ്പെൻസ് അതിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പഠിച്ചെടുക്കാൻ ഈ കോഴ്സിന് എത്രയാണ് അത് വരുന്നതെന്ന് അന്വേഷിച്ചിട്ട് അത് ചെയ്തെടുക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ സാറ് ലൈനിൽ വന്നിട്ടില്ല അല്ലേ?
നോക്കാം നമുക്ക്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കൺക്ലൂഡ് ചെയ്യല്ലേ? ഓക്കെ, എന്നാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും. അല്ലാഹു നമുക്ക് ഇരു ലോകത്തും നല്ല നല്ല ആളുകളെ അല്ലാഹു ദുആ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം.